we are far apart, help us stay united in love and respect. Guide us to use this time wisely and to be kind in all we do. Stay with us throughout this online class. Amen. Thank you. Good morning, everyone. Welcome to our online class. I am Mariama. We are excited to have Ashwati ma'am with us today class. Let's make this online platform activity where participation is valuable. Let's get started and make this class productive and enjoyable. Thank you. And let's begin with the thought of the day, Famida. Thank you. Good morning. Thought of the day. The first step forward success is taken when you refuse to be a captive of the environment in which you first find yourself. Thank you. Okay. Good morning, all. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning. Okay. So ഇന്നും ഞാൻ തന്നെയാണ് കേട്ടോ. സർപ്രൈസ് ആണ് മാം. സർപ്രൈസ് ആണ്. ഇൻഫർമേഷൻ ഒന്നും മാം വന്നിട്ടില്ല. ഇത്തിരി സർപ്രൈസ് ആണല്ലോ. ഓക്കെ. അപ്പൊ പ്രിപ്പയർഡ് ആണോ? നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? ആണോ? പറയൂ. അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ കേട്ടോ. ചാൻസ് കുറവാണ് എന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ കയറി വന്നത് കൊണ്ട് അല്ലേ? കുറച്ചു പേരുള്ളല്ലേ മാം? അതെ അതെ. ഓക്കെ. ഞാൻ നിങ്ങളോട് ഇല്ല. ഓക്കെ. നമുക്കേ ഇനിയിപ്പോ ഏതൊക്കെയാണ്? 4 2 നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? സിൻസി പ്രിപ്പോസിഷൻ ഞാൻ എടുക്കാം മാം. അങ്ങനെ ഇനിയുള്ളത് 4 and 3 ആണ്. അത് രണ്ടും കൂടി എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? 4 and 3 നമുക്ക് ഇന്നത്തോടെ ക്ലാസ് തീർക്കാം. എന്നാല് ഞാനും കൂടെ പറഞ്ഞു നമുക്ക് ഹെൽപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. അപ്പോ സിൻസി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ക്യാമറ വേണമെന്നുണ്ടോ മാം? ഞാൻ റെഡിയല്ല, അതാണ്. Good morning, everyone. Today I would like to discuss about preposition to. The preposition to has several common uses in English, primarily indicating direction, destination, purpose, time. ഇതൊക്കെയാണ്. അതായത് ടു എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ, പർപ്പസ്, ടൈം ഇതിലൊക്കെ വേണ്ടി ഇതിലൊക്കെയാണ് നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. ടു ഓഫ്റ്റൻ ഷോസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ പോരെ? അങ്ങനെ അതെ. ഓക്കെ. Too often shows movement or direction towards a place or person. To പലപ്പോഴും ഒരു സ്ഥലത്തേക്കോ ഒരു വ്യക്തിയിലേക്കുള്ള ചലനത്തെയോ ദിശയെയോ സൂചിപ്പിക്കുന്നു. അതായത് ഇപ്പൊ നമ്മളോട് എപ്പോഴും ആൾക്കാർ, നമ്മളിപ്പോ എവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ് എന്ന് എപ്പോഴും ചോദിക്കും. അപ്പൊ നമ്മുടെ റിപ്ലൈ എന്തായിരിക്കും? ഐ ആം ഗോയിങ് ടു. ഇപ്പൊ ഞാൻ എവിടേക്കാണോ പോകുന്നത് അത് നമ്മൾ പറയും ഐ ആം ഗോയിങ് ടു സ്റ്റോർ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഐ ആം ഗോയിങ് ടു സ്റ്റോർ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഷോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, അങ്ങനെ. പിന്നെ ഷീ സെൻഡ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്. അവൾ അവളുടെ സുഹൃത്തിന് ഒരു കത്തയച്ചു. പിന്നെ വരുന്നത് വി ട്രാവൽ ടു യൂറോപ്പ് ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങൾ യൂറോപ്പിലേക്ക് യാത്ര ചെയ്തു. ഇതൊക്കെയാണ് ഈ ഡയറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷനിലെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മനസ്സിലാവുണ്ടോ?
ഓക്കെ. മനസ്സിലാവുന്നു. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞാല് ടൈമാണ്. ടൈമില് ടു ക്യാൻ ഇൻഡിക്കേറ്റഡ് എ ഡ്യൂറേഷൻ സിമിലർ ടു അണ്ടിൽ ഓർ ഫ്രം, അതായത് വരെ എന്നൊരു മീനിങ് വരുന്നത് ആണ് ഇതില് വരുന്നത് ടൈമിൽ വരുമ്പോൾ. അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് സൂചിപ്പിക്കുന്നത് വരെ എന്ന മീനിങ് ആണ് ടൈമില് ടുവിന് വരുന്നത്. അതായത് എക്സാമ്പിള്, ദ ലൈബ്രറി ഈസ് ഓപ്പൺ ഫ്രം 9 AM to 5 PM. അതായത് ലൈബ്രറി 9 മണി രാവിലെ 9 മണി മുതൽ 5 മണി വരെ തുറന്നിരിക്കും. അപ്പൊ ഈ വരെ എന്ന മീനിങ് ആണ് ടൈമിൽ വരുന്നത്. ഇനി ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഫ്രം 2 to 3. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2 മണി മുതൽ 3 മണി വരെ. മനസ്സിലായ ടൈമിന്റെ? ഇനി നെക്സ്റ്റ് വൺ പർപ്പസ് ഓർ റീസൺ. റീസൺ ആണ് വേണ്ടത്. അതിൽ ടു ക്യാൻ എക്സ്പ്രസ് ദ റീസൺ ഓർ പർപ്പസ് ഓഫ് ആൻ ആക്ഷൻ. ടു എന്നതിന് ഒരു പ്രവൃത്തിയുടെ കാരണമോ ഉദ്ദേശത്തെയോ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ഐ വെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കാൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് പറയും. പക്ഷെ നമ്മൾ പോകുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ കടയിൽ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും കടയിൽ പോകുന്നത്. അപ്പൊ അത് പറയുന്നതിനെയാണ് ഈ പർപ്പസ് ഓർ റീസൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഐ വെന്റ് ടു ദ സ്റ്റോർ ടു ബൈ ഗ്രോസറീസ്. ഞാൻ സ്റ്റോറിൽ പോയത് എന്തിനാണ്? ഗ്രോസറീസ് വാങ്ങിക്കാനാണ്. ഇനിയിപ്പോ നമ്മളുടെ കാര്യം തന്നെ എടുത്താൽ, നമ്മള് ടീച്ചിങ് പഠിക്കുകയാണ്, ഇത് പഠിക്കുകയാണ് മോണ്ടിസോറി. എന്തിനാണ് പഠിക്കുന്നത്? അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താണ്? ഒരു മോണ്ടിസോറി ടീച്ചർ ആവാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പറയും? വി ലേൺ ടു ബി മോണ്ടിസോറി ടീച്ചർ. നമ്മൾ പഠിക്കുന്നതിനും ഒരു പർപ്പസ് ഉണ്ട്. എന്താണ്? മോണ്ടിസോറി ടീച്ചർ ആവുക എന്നതാണ് അതിന്റെ പർപ്പസ്. ഇനി ഷീ സ്റ്റഡീസ് ഹാർഡ് ടു ഗെറ്റ് ഗുഡ് ഗ്രേഡ്. അവൻ നന്നായിട്ട് നല്ല ഗ്രേഡ് വാങ്ങിക്കാൻ വേണ്ടി അവൻ കഠിനമായി പഠിക്കുന്നു. അപ്പൊ അതിനെന്താണ്? അതിന്റെ പർപ്പസ് എന്താണ്? അവന് നല്ല ഗ്രേഡ് വാങ്ങിക്കുക എന്നതാണ് അവൻ പഠിക്കുന്നതിന്റെ ഉദ്ദേശം. ഇനി ഹി ഈസ് വർക്കിംഗ് ടു ഏൺ മണി. അവൻ പണം സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പൊ ജോലി ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? പണം സമ്പാദിക്കുക. പണം സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ഇതാണ് പർപ്പസ് ഓർ റീസൺസിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ ഗിവിങ് ആൻഡ് ഷോയിങ് ആണ്. ടു ഇൻഡിക്കേറ്റഡ് ഹു ഓർ വാട്ട് റിസീവ് സംതിങ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയോ എന്തിനും ചെയ്യുന്നതിനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു, ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഷീ ഗേവ് ദ ബുക്ക് ടു ഹെർ ഫ്രണ്ട്. എന്താണ്? അവളുടെ ഫ്രണ്ടിന് ബുക്ക് കൊടുത്തു. ദ അവാർഡ് വാസ് പ്രസന്റഡ് ടു ദ വിന്നർ. അവാർഡ് ആർക്കാണ് പ്രസന്റ് ചെയ്ത? ആർക്കാണ്? വിന്നേഴ്സിന് അവാർഡ് നൽകി. ദ ഇൻഫർമേഷൻ വാസ് കമ്മ്യൂണിക്കേഷൻ ടു ദ അത് വേണ്ടട്ടോ. അപ്പൊ ഇതാണ് ഗിവിങ് ആൻഡ് ഷോയിങ്ങില് വരുന്നത്. ഇത് മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ ഇത്രയാണ് ടൂവില് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കണം. പിന്നെ പ്രൈസൽ വെർബ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് മനസ്സിലായില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത്രയാണ് ടൂവിനെ പറ്റി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരട്ടെ? ഓക്കേടാ. നോട്ട് ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എന്നാ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. ഇനി ഡൗട്ട് എല്ലാം ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. എനിക്കും ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ടു എന്താണ്? നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണല്ലേ. മിക്ക നമ്മൾ എന്തൊരു സെന്റൻസ് പറഞ്ഞാലും ഈ ടു എപ്പോഴും ഉണ്ടാകും.
അല്ലെ? ടു പല രീതിയിൽ യൂസ് ചെയ്യാം എന്നിപ്പോ സിൻസി പറഞ്ഞു. സിൻസിയും പിന്നെ ആരായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? സജന. സച്ചിന. രണ്ടുപേരും കൂടെ കറക്റ്റ് ആയിട്ട് ടു പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷനോ കാര്യങ്ങളോ അതിലില്ല. ഒരുപാട് എക്സാജറേറ്റ് പറഞ്ഞിട്ടില്ല അല്ലെ? സിമ്പിൾ ആക്കി എങ്ങനെയാണ് അത് എവിടേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു. ഓക്കെ. ഡയറക്ഷൻ അല്ല, മെയിൻലി നമ്മൾ ടു യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ പറയാനാണ്. എങ്ങോട്ടാണോ പോകുന്നത് ഇതൊക്കെ പറയുന്നതിന് നമ്മൾ ടു യൂസ് ചെയ്യാറുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഒരു ആക്ഷൻ, പിന്നെ ടൈം അല്ലെ, ഫ്രം ടു പറയാറില്ല നമ്മള്. അപ്പൊ ടൈം പീരീഡ് കാണിക്കാനും ഒക്കെ നമ്മൾ ടു യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, എന്തെങ്കിലും ഒരു കമ്പാരിസൺ ചെയ്യാനും ടു യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, ഏതെങ്കിലും നമ്പേഴ്സ് പറയില്ലേ, ഇപ്പോ 14 to 16 അങ്ങനെ ടു അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സിന്റെ കാണിക്കാനും ഒക്കെ നമുക്ക് കാണിക്കില്ലേ മാം? ട്രാൻസ്ഫറിങ് ഇടപാടുകള് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് എന്താണ് ടു യൂസ് ചെയ്യാം. അപ്പൊ എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അവർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. ക്ലിയർ, വെരി ഗുഡ്. സിൻസി, താങ്ക് യു ടീച്ചർ for your wonderful class, and Sachina, okay, നല്ല ക്ലാസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് 4 and between. 4 ആരാ എടുക്ക? 4 ഞാനാണ് മാം. പങ്ക. ഓക്കെ, പങ്ക ആൻഡ് തൻസീറ. യെസ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് മാം കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കാം, പറഞ്ഞോളൂ. Good morning all. Today we are discuss about preposition for. The preposition for has multiple uses. First വന്നിട്ട് ഡ്യൂറേഷൻ ഒരു ലെങ്ത് ഓഫ് ദ ടൈമിൽ. അപ്പോൾ ആ ലെങ്ത് ഓഫ് ദ ടൈമിൽ വന്നിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവുന്നുണ്ട്. എക്സാമ്പിൾ, ഐ സ്റ്റഡീഡ് ഫോർ 2 hours. ഞാൻ 2 hours പഠിച്ചു. അപ്പോൾ ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നത്, അവിടെ ഫോർ യൂസ് ആവണം. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡ്യൂറേഷൻ. ഫോർ വന്നിട്ട് ഡ്യൂറേഷനിൽ ഒരു ലെങ്ത് ഓഫ് ദ ടൈം പറയുമ്പോൾ ഫോർ യൂസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പേർപ്പോസ് ഓർ റീസൺ. പേർപ്പോസ് വന്നിട്ട് എക്സാമ്പിൾ നോക്കാം. ഐ എം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. അവിടെ വന്നിട്ട് എക്സാം എന്നുള്ളതാണ് പേർപ്പോസ്. അപ്പോൾ ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചു. അപ്പോൾ അവിടെ ഫോർ യൂസ് ആവും. പേർപ്പോസ് വരുമ്പോൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ വന്നിട്ട് യൂസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് റീസൺ. ഷീ താങ്ക്ഡ് ഹിം ഫോർ ഹിസ് ഹെൽപ്പ്. അവൻ ഹെൽപ്പ് ചെയ്തതിന് വേണ്ടി അവൾ അവനോട് താങ്ക്സ് പറഞ്ഞു. അവിടെ ഒരു റീസൺ ആണ്. അവൾ വന്നിട്ട് അവൻക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവള് താങ്ക് പറഞ്ഞു. അത് വന്നിട്ട് റീസൺ ആണ്. സോ അവിടെ വന്നിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഒന്നുകൂടി പറയോ? He thanked him for his help. Okay, thank you. ഇത് വന്നിട്ട് റീസൺ ആണ്. ഫസ്റ്റ് പറഞ്ഞത് പേർപ്പോസ് വന്നിട്ട് ഐ എം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. എന്തെങ്കിലും ഒരു പേർപ്പോസ് ഉണ്ടാവുമ്പോൾ അവിടെ വന്നിട്ട് പ്രിപ്പോസിഷൻ ഫോർ യൂസ് ആവും. നെക്സ്റ്റ് വന്നിട്ട് റെസിപ്ഷൻ. എക്സാമ്പിൾ, ഐ ബേക്ക്ഡ് എ കേക്ക് ഫോർ മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ കേക്ക് ഉണ്ടാക്കി. സോ റെസിപ്ഷൻ, ഒരാള് ഫ്രണ്ടിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ പ്രിപ്പോസിഷൻ ഫോർ യൂസ് ആകും. കേൾക്കുന്നുണ്ട്? മനസ്സിലാവുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്? നെക്സ്റ്റ് ഫോർത്ത് വൺ വന്നിട്ട് എക്സ്ചേഞ്ച് വാല്യൂ. നെക്സ്റ്റ് ഫോർ വന്നിട്ട് എക്സ്ചേഞ്ചിലും അല്ലെങ്കിൽ വാല്യൂ, ഒരു ട്രേഡ് അല്ലെങ്കിൽ കോസ്റ്റിൽ വന്നിട്ട് ഈ ഫോർ എന്ന പ്രപ്പോസിഷൻ യൂസ് ആവുന്നുണ്ട്. എക്സാമ്പിൾ, ഐ ബോട്ട് ദിസ് ബുക്സ് ഫോർ $10. ഞാൻ ഈ ബുക്സ് വന്നിട്ട് $10 വാങ്ങിയത്. സോ ട്രേഡ് അല്ലെങ്കിൽ കോസ്റ്റ് പറയുമ്പോൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവും.
മനസ്സിലായോ? യെസ് എടാ. നെക്സ്റ്റ് 5th വൺ വന്നിട്ട് സപ്പോർട്ട്. ഒരാൾക്ക് സപ്പോർട്ട് നിൽക്കുക, അവിടെ വന്നിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവും. എക്സാമ്പിൾ വന്നിട്ട് ഐ എം ഓൺ യുവർ സൈഡ് ഫോർ ദിസ് ഡെസിഷൻ. ഈ ഡെസിഷന് വേണ്ടി ഞാൻ നിന്റെ സൈഡിലാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ പറഞ്ഞ ഒരു എയിമിങ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ വന്നിട്ട് എയർപോർട്ടിലേക്ക് പോയി, അപ്പോൾ എയിം വെച്ചിട്ട് ആ റീച്ച് ആകുന്ന പ്ലേസ് ആണ് ഇൻഡിക്കേറ്റിംഗ് വേർ സംവൺ ഓർ സംതിങ് ഇസ് ഗോയിങ്. പോയി ചേരുന്ന സ്ഥലം. ഇപ്പൊ ഞാന് ഒരാളോട് ചോദിക്കുകയാണ് അവൾ എവിടേക്കാ പോയേന്ന്. അപ്പോൾ അവൾ വന്നിട്ട് ഷീ ലെഫ്റ്റ് ഫോർ ദ എയർപോർട്ട്. അവൾ എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ പറയുമ്പോൾ അവിടെ ഫോർ യൂസ് ആകും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വന്നിട്ട് എംപ്ലോയ്മെന്റ് ഓർ സർവീസ്. ഹി വർക്ക്സ് ഫോർ എ ടെക് കമ്പനി. അവൻ ടെക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് സർവീസ് പറയുമ്പോൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് വരിക. എക്സാമ്പിൾ ഒന്നുകൂടി പറയും എംപ്ലോയ്മെന്റ് സർവീസിന്റെ. ഹി വർക്ക്സ് ഫോർ എ ടെക് കമ്പനി. അവൻ ടെക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സർവീസ് പറയുമ്പോൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. ഡെസ്റ്റിനേഷന് ഒന്നും കൂടി പറയോ? ഡെസ്റ്റിനേഷൻ ഇൻഡിക്കേറ്റിംഗ് വേർ സംവൺ ഓർ സംതിങ് ഈസ് ഗോയിങ്. ഇപ്പോൾ ഒരു എയിമിങ്, ഇപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകണമെന്ന് പറയുമ്പോൾ ഒരു എയിമായ അത് എയർപോർട്ട് പറയുന്നത് ഒരു എയിം വെച്ച് റീച്ച് ആവുന്ന പ്ലേസ് ആണ്. സോ അവിടെ വന്നിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ആവും. ഫമിത, ആ ഈ എക്സാമ്പിൾസ് ഗ്രൂപ്പിൽ ഒന്ന് ഇടണം കേട്ടോ. ഓക്കെ. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ക്ലിയർ ആയിടാ. മാം കഴിഞ്ഞു മാം. ഓക്കെ, ഇനിയിപ്പോ തൻസീല ക്ലാസ് എടുക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട് മാം. ഓക്കെ, അത് ഞാനൊന്ന് പറയാം. ഫാമിത കുറച്ചും കൂടെ വിശദീകരിച്ചാലും പറഞ്ഞല്ല. പോർ എന്ന് പറയുമ്പോൾ വേണ്ടി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് എവിടെയൊക്കെ ചേർക്കാന്ന് നോക്കാം. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ഈ കത്ത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഒരാൾക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ ഫോർ ചേർക്കും. അതേപോലെ ദീസ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ അസ്. ഈ സീറ്റുകൾ നമുക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടവയാണ്. അവിടെ ഫോർ ചേർക്കും. ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇന്നയാൾക്ക് വേണ്ടി അവിടെ ഫോർ യൂസ് ചെയ്യും. അതേപോലെ ലെറ്റ്സ് ഗോ ഫോർ എ വർക്ക്. ഒന്ന് നടക്കാൻ വേണ്ടി പോയാലോ, എന്തിനു വേണ്ടിയാ പോകുന്നത്? നടക്കാൻ വേണ്ടി. അവിടെ ഫോർ യൂസ് ചെയ്യും. ദീസ് മെഷീൻ ഈസ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. ഈ മെഷീൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഫോർ ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നല്ല പേടിയാണ്. ഇല്ലട്ടാ, പേടിക്കേണ്ട, നന്നായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞോ. താങ്ക് യു. അതേപോലെ പീരീഡ് ഓഫ് ടൈം, അവിടെയും ഫോർ യൂസ് ചെയ്യും. എക്സാമ്പിൾ ദേ ഹാവ് ബീൻ ലിവിങ് ഹെയർ ഫോർ 10 years. ആ 10 yearsന് പകരം മന്ത്, ഡേയ്സ് അതൊക്കെ ചേർക്കാൻ ഫോർ ഉപയോഗിക്കും. ഇവിടെയൊക്കെയാണ് ഫോർ ഉപയോഗിക്കുക. ഞാൻ ഇത്രേ എഴുതിയിട്ടുള്ളൂ കേട്ടാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായിനോ? ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് നല്ല പേടിയാ മാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കതാ അറിയാൻ പാടില്ലാത്ത ഇതാണ്. ഞാൻ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യുന്നത്. ഇനി എന്നെ കണ്ടിട്ട് ടെൻഷൻ കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ടെൻഷൻ. ഇതിനാ ടെൻഷൻ. മനസ്സിലായിനോ? ടെൻഷൻ അടിച്ചോണ്ട് ഒന്നും നേടാനില്ല. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ
മാം അസീന എന്തോ ഇടയ്ക്ക് മെസ്സേജിൽ ഇടുന്നുണ്ട്. അത് എന്തായിരുന്നു? കുറെ മെസ്സേജ് കാണുന്നതിന് മുമ്പ് പോകുന്നുണ്ട്. കുറെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ട് അസീന. ഫോറിൻ എക്സാമ്പിൾസ് ആയിരിക്കാം മേ ബി. അതെ ഈ പറഞ്ഞതിന്റെ ഓരോന്നിന്റെ എക്സാംസ് ഇട്ടതാ. എക്സാമ്പിൾ ഗ്രൂപ്പിൽ വന്നോ? ഗ്രൂപ്പിലിടണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എഴുതാമായിരുന്നു. ഓക്കെ ഇട്ടേക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മള് ആയിട്ട് അല്ലെ 3 വർഷമായിട്ട് 3 മണിക്കൂറായിട്ട് എന്നൊക്കെ പറയില്ലേ, ആ ആയിട്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. അതൊരു ഡ്യൂറേഷൻ ആണ് അല്ലെ, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, ഡ്യൂറേഷൻ ഓഫ് ഇയർ അല്ലെ, ടൈം തന്നെയാണ് പറയാം. സോ ആയിട്ട് മലയാളത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിട്ട് എന്നാ പറയാം. ഒരു 3 വർഷമായിട്ട് 3 മണിക്കൂറായിട്ട് 3 മണി മുതൽ പറയില്ല കേട്ടോ, കറക്റ്റ് ടൈം പറയുമ്പോൾ മുതലാണ് വരാ. അപ്പൊ സിൻസ് യൂസ് ചെയ്യണം. ഈ ഡ്യൂറേഷൻ കാണിക്കില്ലേ, ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാവിലെ അത് പറ്റില്ല, 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു അല്ലെ, ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. ദിസ് ഗിഫ്റ്റ് ബോട്ട് ഫോർ യു ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ എന്നെ വെയിറ്റ് ചെയ്യാണ്, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വേണ്ടി ആയിട്ട് ഈ രണ്ട് മീനിങ് ആണ് ഫോറിനുള്ളത്. ഓക്കെ, ബേസിക് എത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ് മാം. ഇതാണ് ഫോർ, വളരെ സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രൂപ്പിലിടാലോ. ഗ്രൂപ്പിലിടാം എക്സാമ്പിൾസ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ, ബിറ്റ്വീൻ. ഇതും കൂടെ ഉള്ളൂ, അതോടുകൂടി കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ബിറ്റ്വീൻ ആരാ? നസീറയും ഉണ്ടോ കൂടെ? ഷെയർ എവിടെ? ദേവി ഉണ്ട്, പക്ഷെ ഓള് ലെഫ്റ്റ് ആയി തോന്നുന്നു. ഇനിയിപ്പോ വീണ്ടും ജോയിൻ ആണോന്ന് അറിയില്ല. ഓള് ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പൊ ലെഫ്റ്റ് ആണ്. നാള് കുറച്ചു നേരത്തെ മുന്നേ ഞാൻ കണ്ട ലെഫ്റ്റ് ആണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ കുറച്ച് നെർവസ് ആണ്, എനിക്ക് വാക്കുകളൊന്നും പെട്ടെന്ന് കിട്ടൂല. എന്നാലും ഞാൻ ശ്രമിക്കാം, എന്റെ കഴിയുന്ന പരമാവധി ശ്രമിക്കാം. എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഐ ടോക്ക് അബൌട്ട് പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ. ഞാൻ ബിറ്റ്വീനെ കുറിച്ചാണ് എൻ്റെ ക്ലാസ്. ബിറ്റ്വീൻ എന്ന അർത്ഥാക്കുന്നത് ഇടയിൽ എന്ന അർത്ഥം വരുന്നതാണ്. മധ്യത്തിൽ എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിലാണ് നമ്മൾ ബിറ്റ്വീൻ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത വസ്തുക്കളെയോ ആളുകളെയോ വേർതിരിക്കുന്ന ഇടത്തെ സൂചിപ്പിക്കാനും നമ്മൾ പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സംഖ്യകളെ ബന്ധിപ്പിക്കുന്നതിന് രണ്ട് സമയങ്ങളെയോ തീയതികളെയോ വേർതിരിക്കുന്ന ഇടവേളകളെ സൂചിപ്പിക്കാനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ബിറ്റ്വീൻ ഈസ് ദ പ്രിപ്പോസിഷൻ യൂഷ്വലി റെഫേർഡ് ടു ദി സ്പേസ് സെപ്പറേറ്റിംഗ് ടു ഓർ മോർ പീപ്പിൾ ഓർ ആൻഡ് തിങ്സ്. അതാണ് ആളുകളുള്ള സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന പൊസിഷനെയോ തീരുമാനിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. അതായത് പൊസിഷൻ, സ്പേസ് അല്ല ലൊക്കേഷൻ, ആ ലൊക്കേഷൻ. ഇറ്റ് ക്യാൻ യൂസ് സംതിങ് ഇൻ മിഡിൽ ഓഫ് ടു തിങ്സ് ഓർ പീപ്പിൾ പൊസിഷൻ. ഒരു തിങ്സിന്റെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ ഒരു ആളുകളുടെയോ ഇടയിൽ മധ്യത്തിൽ എന്ന് ഉപയോഗിക്കാനാണ് നമ്മൾ ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: ദി ബുക്ക് ഈസ് ബിറ്റ്വീൻ ടു നോട്ട്ബുക്സ്. രണ്ട് നോട്ട്ബുക്കുകൾക്ക് ഇടയിലാണ് ആ ബുക്ക് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ, അതായത് ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പൊസിഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്ഥാനത്തെ നിശ്ചയിക്കുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ബുക്ക് ഈസ് ബിറ്റ്വീൻ ടു നോട്ട്ബുക്സ്. അതായത് ആ ബുക്ക് ഇരിക്കുന്നത് രണ്ട് നോട്ട്ബുക്കുകൾക്കിടയിലാണ് എന്ന് നമ്മൾ പറയാനാണ് നമ്മൾ അവിടെ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. അതായത് ആ ബുക്കിന്റെ സ്ഥാനം ആ രണ്ട് ബുക്കുകൾക്ക് നടുവിലാണ് അല്ലെങ്കിൽ ആ ബുക്കുകൾക്ക് ഇടയിലാണ് എന്ന് പറയാനാണ് നമ്മൾ അവിടെ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. അത് പൊസിഷൻ, അതിന്റെ പൊസിഷൻ അവിടെ കാണിച്ചു തന്നതാണ് നമുക്കത്. പിന്നെ വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ ഷീ സാറ്റ് ബിറ്റ്വീൻ ഹെർ ടു ഫ്രണ്ട്സ്. അവളുടെ രണ്ട് ഫ്രണ്ട്സുകൾക്കിടയിലാണ് അവൾ ഇരുന്നത് എന്ന് പറയാനാണ് അവിടെ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. അത് രണ്ടാളുകൾക്കിടയിൽ അവൾ ഇരുന്നു എന്ന് പറയാനാണ്. പിന്നെ എക്സാമ്പിൾസ് കൂടുതലുണ്ട്, ഞാൻ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പറയാം. അല്ലെങ്കിൽ ഇതിപ്പോ മനസ്സിലായോ? പൊസിഷൻ എവിടാണെന്നുള്ളത് മനസ്സിലായല്ലേ? പൊസിഷനിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഓക്കെ,
ഇനി ടൈമിൽ ഉപയോഗിക്കാം. നമ്മൾ ടൈം, അതായത് നമ്പേഴ്സ്, ഈ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈമിൽ അതേമാതിരി മന്തിലല്ല, എന്താണ് നമ്മള് ഡേറ്റ്സിൽ 26th എന്നൊക്കെ നമ്മൾ രണ്ട് ദിവസങ്ങൾക്കിടയിൽ എന്ന് പറയില്ലേ, അതിനും പിന്നെ അതേമാതിരി രണ്ട് ടൈമുകൾക്കിടയിൽ എന്നൊക്കെ പറയുന്നതിനും നമ്മൾ ടൈമിൽ ഉപയോഗിക്കും സംതിങ് ഹാപ്പനിങ് ഡ്യൂറിങ് എ ടൈം ഇന്റർവെൽ. ആ രണ്ട് ടൈമുകളുടെ ഇടവേളകൾക്ക്, രണ്ട് ടൈമിന്റെ ഇടവേളകളിൽ സംഭവിക്കുന്നതിനാണ് ടൈമിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. അതായത് എന്താണ് എക്സാമ്പിൾ പറയാതെ, പ്രോഗ്രാം ഈസ് ബിറ്റ്വീൻ 5 and 6 PM. എന്താണ് ആ പ്രോഗ്രാം നടക്കുന്നത് 5 മണിക്കും 6 മണിക്കും ഇടയിലാണ് എന്ന് പറയാനാണ് അവിടെ നമ്മൾ ടൈമിൽ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. അതിന്റെ രണ്ട് സമയത്തിനുള്ളിലാണ് ഈ നടക്കുക എന്ന് നമ്മൾ പറയുന്നു. അതേമാതിരി ദിസ് ഷോപ്പ് ക്ലോസ്ഡ് ബിറ്റ്വീൻ 9 and 10 PM. അതായത് 9നും 10 മണിക്കും ഇടയിലാണ് ആ ഷോപ്പ് ക്ലോസ്ഡ് ആവുക. പിന്നെ ചോയ്സ് ഓർ റെഫറിങ്, നമ്മൾ എന്ത് സാധനം ചോയ്സ് ചെയ്യാനോ റെഫർ ചെയ്യാനോ ഉപയോഗിക്കുമ്പോഴും ഈ ബിറ്റ്വീൻ ഉപയോഗിക്കും. സെലക്ടിങ് ഫ്രം 2 ഓപ്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് റെഫർ ടു 2 items. രണ്ട് ഐറ്റംസുകൾക്കിടയിൽ നിന്ന് ഒന്നിനെ റെഫർ ചെയ്യാനും അതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാനും നമ്മൾ ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. അതായത് ഹി ചോസ് ബിറ്റ്വീൻ ബ്ലൂ ആൻഡ് റെഡ്. ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ അവന് ചൂസ് ചെയ്തു എന്ന് പറയുന്നത്. അതേമാതിരി ഹി കുഡിൻ ഡിസൈഡ് ബിറ്റ്വീൻ പിസ്സ ആൻഡ് പാസ്ത. പിസ്സയോ പാസ്തയോ വേണോ എന്ന് അവൻക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടിലേതെങ്കിലും ഒന്നാണ്. അപ്പൊ അതവിടെ ഏതെങ്കിലും ഒന്ന് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. പിന്നെ യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ. നിനക്ക് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞാ പ്ലീസ്. ഹി കുഡിൻ ഡിസൈഡ് ബിറ്റ്വീൻ പിസ്സ ആൻഡ് പാസ്ത. അതാണോ അത് കഴിഞ്ഞിട്ടുള്ളത്? യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ. യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ. അതായത് ചായയോ ടീ കോഫിയോ നിനക്ക് ചൂസ് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടതുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് ചോയ്സിലും റെഫേഴ്സിലും നമ്മൾ ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കും. ഇൻട്രക്ഷൻ ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ 2 പീപ്പിൾസ്. രണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ കമ്പയർ ചെയ്യാനും നമ്മൾ ഈ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ദർ ഈസ് എ സീക്രട്ട് ബിറ്റ്വീൻ അസ്. നമ്മൾക്കിടയിൽ ഒരു സീക്രട്ട് ഉണ്ട് എന്ന് പറയാൻ അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. നമ്മളുടെ ഇടയിൽ there is a secret between us. There is a secret between us. അതുപോലെ the competition is between the 2 teams. The competition is between the 2 teams. രണ്ട് ടീമുകൾക്കിടയിലാണ് ആ കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങനെ പറയാനും നമ്മൾ റിലേഷൻഷിപ്പിലും അങ്ങനെ ഉപയോഗിക്കുന്നു. ഇനി നമ്മളിപ്പോ മറ്റേ പൊസിഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ഡിവിഷനും വരുന്നത്. അതായത് രണ്ട് ഇതിനെ പാർട്ടാക്കി പറയുമ്പോൾ അതിന്റെ നടുവിൽ അതുണ്ട് നമ്മൾ പറയൂലേ, അതിനും നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കും. അതായത് there is a fence between the 2 preposition, two properties, രണ്ട് പ്രോപ്പർട്ടികൾക്കിടയിൽ വേലിയുണ്ട് അല്ലെങ്കിൽ മതിലുണ്ട് എന്ന് പറയാനാണ് അവിടെ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിച്ചത്. രണ്ട് there is a fence, there is a fence, 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 വേലി എന്നാണ് അതിനർത്ഥം വരുന്നത്. ബിറ്റ്വീൻ ദി 2 പ്രോപ്പർട്ടീസ്, രണ്ട് പ്രോപ്പർട്ടികൾക്കിടയിൽ ഒരു വേലിയുണ്ട്, അവിടെ ഒരു വേലിയുണ്ട്. അപ്പൊ അതായത് ആ രണ്ട് പ്രോപ്പർട്ടിയെ വേർതിരിക്കാനുള്ള ഒരു വേലി അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ ആ ബിറ്റ്വീൻ ആണ് അവിടെ ഉപയോഗിച്ചത്. അതുപോലെ ഒരു എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ, ഷീ ഡിവൈഡഡ് ദി കേക്ക് ബിറ്റ്വീൻ ഹെർ ചിൽഡ്രൻ. അതായത് അവളുടെ രണ്ട് കുട്ടികൾക്കും വേണ്ടി അവൾ ആ കേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അവിടെയും ബിറ്റ്വീൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഷീ ഡിവൈഡഡ് ദി കേക്ക് ബിറ്റ്വീൻ ഹെർ ചിൽഡ്രൻ. രണ്ട് കുട്ടികൾക്കിടയിൽ അത് അവൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ദെൻ ബിറ്റ്വീൻ നോർമലി യൂസ്ഡ് ഇൻ
കോമ്പിനേഷൻ വിത്ത് ദി കൺജങ്ഷൻ ആൻഡ് ആണ് ഈ ബിറ്റ്വീനു ശേഷം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. വേറൊരു കൺജങ്ഷൻ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. കൺജങ്ഷൻ ആൻഡ് ആണ് ഉപയോഗിക്കുക. അങ്ങനെ ബിറ്റ്വീൻ കഴിഞ്ഞതിന് ശേഷം രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉള്ള ഇടയിലുള്ള ഇതിന് പറയുമ്പോൾ ആൻഡ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എക്സാമ്പിൾസ് കുറേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നോക്കുമ്പോൾ കുറേ പലതും വരുന്നുണ്ട്. അപ്പം മിസ് അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ നിർത്തിയതാണ്. താങ്ക് യു മാം. താങ്ക്സ്. ഓക്കെ നസീല. താങ്ക് യു. താങ്ക് യു മാം. എല്ലാവർക്കും മനസ്സിലായിരുന്നോ എന്തെങ്കിലും? മനസ്സിലായി. ആ നോട്ട്സ് ഒന്ന് ഗ്രൂപ്പിലിടണേ. എക്സാമ്പിൾസ് മനസ്സിലായിട്ടോ? ഓക്കെ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? വാക്കുകളുടെ വിറയലോട് ചിലപ്പോ ഒന്ന് മനസ്സിലായില്ലാന്ന് വരും. അതുകൊണ്ട് ചോദിച്ചു. സംസാരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കുമ്പോ ഭയങ്കര ഇത് വരും. അതുകൊണ്ടാണ്. എക്സാമ്പിൾസ് ഇടുമ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ പറഞ്ഞു തന്നാ മതി. ഓക്കെ. ചോദിച്ചോ. ഗ്രൂപ്പിൽ ചോദിച്ചോ. ഞാൻ എന്തും പറയും. ക്ലാസ്സിൽ പറയില്ല. മിസ്സിനോട് പറയാനാ ബുദ്ധിമുട്ട്. മിസ്സിനോട് പറയാനും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്താ പറയാ, നമ്മൾ ഫോക്കസ് ചെയ്ത് കുറെ ആൾക്കാർ ഇരിക്കുമ്പോ നമുക്ക് അത് ഒരു ഭയങ്കര ഒരു നെർവസ് ആണ്. അന്നേരം ആ ടൈമില് സൗണ്ടിന് കുഴപ്പമുണ്ടല്ല. പക്ഷെ എനിക്ക് വാക്കുകൾ ഇങ്ങോട്ട് വരൂല. സത്യം ഞാൻ ആ സെൽഫ് കോൺഫിഡൻസ് ഞാൻ ഫുൾ എഴുതി ഞാനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് 3 പ്രാവശ്യം ഞാൻ കയറിയിട്ടും ഞാനത് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കതില്ല, പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ കഴിയില്ലാന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിന് മെനക്കെടാഞ്ഞ്. ഞാൻ ശ്രുതിനോടോ അവരോടൊക്കെ പറഞ്ഞു. ഞാനത് ഇപ്പൊ നന്നായിട്ട് പറഞ്ഞു. എന്നോടാ പറഞ്ഞത്. പക്ഷേ നമ്മളത് ഫേസ് ചെയ്യണം കേട്ടോ നസീറ. ഫേസ് ചെയ്ത് നമുക്ക് അതൊരു കോൺഫിഡൻസ് വരും. ടീച്ചർ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ എത്ര സ്റ്റുഡൻസ് നോക്കിയിരിക്കും. അപ്പൊ വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓൾറെഡി അതൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആണ്. മക്കളുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. പക്ഷെ എന്താ പ്രശ്നം? അത് മുന്നോട്ട് പോവും. ആ കുട്ടികൾ മാത്രമാകുമ്പോ അവരും നമ്മളെ ഫോക്കസ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ. അത് എന്റെ കുട്ടികളെമാരും ഞാൻ 3 മാസം ഞാൻ പോയിരുന്നു. അപ്പോ അതുകൊണ്ടേക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത് ഫോക്കസിങ് എന്റെ അടുത്ത് ആവുമ്പോൾ ഭയങ്കര നെർവസ് ആണ്. അതാണ് സംഭവം. ഇതൊക്കെ മാറ്റാം നമുക്ക്. സ്കൂളിലൊക്കെ ആകുമ്പോ കുട്ടികളെ മാത്രം ക്ലാസ് എടുക്കുന്ന നോക്കി. പക്ഷെ നമ്മൾ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? അപ്പോ ശ്രമിക്കാം. ക്ലാസ്സിലാണെങ്കിലും മാക്സിമം സംസാരിച്ച് പ്രസന്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് മാറും. പിന്നെ ക്യാമറ ഒന്ന് പയ്യൊന്ന് ഓൺ ചെയ്യാം. അപ്പൊ ആ ഒരു പേടിയും മാറും. അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് ആകുക. ഓക്കെ മാം, നസീറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് കാണിക്കാൻ പറയോ ഫേസ്? ഗ്രൂപ്പിൽ വോയിസ് മാത്രം കേട്ടിട്ടുള്ളൂ. നസീറ വന്നു. ഹായ് നസീറ, പറയൂ. ഇനി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് സംസാരിച്ചാല് എല്ലാം പിടിയും മാറും. അല്ല, എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാൻ ആൾക്കൂട്ടത്തിൽ ചെന്നിരുന്നാല് സംസാരിക്കായൊന്നുമില്ല. ഞാൻ നല്ല സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നല്ല കമ്പനി അടിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരായിട്ടും വേഗം മിങ്കിളാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയോ എന്തെങ്കിലും വന്നിട്ട് പറയുമ്പോ അതെല്ലാം പറയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ മാം. നേരെ നമുക്ക് വർത്താനം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. എന്ത് വേണേലും പറയാം. അതെ, എന്ത് ഞാൻ പറയും. വേറെ എന്ത് വർത്താനം ഞാൻ പറയും. വേറെ ആർക്കും എങ്ങനെ തമാശ വേണമെങ്കിലും ഒക്കെ ഞാൻ പറയാൻ റെഡിയാ. പക്ഷെ ഇതാണ്, എനിക്ക് ഒരു വിഷയം എന്റെ കൈമിൽ തിന്ന് കഴിഞ്ഞിട്ട് എന്നോട് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി അവിടെ നിന്ന് എന്റെ എല്ലാ സംസാരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ എനിക്കത് മനസ്സിലായി. സ്റ്റഡിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ഓക്കെയാണ്. എല്ലാവരും അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല. ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കിട്ടണം. അത് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തുടങ്ങും. പിന്നെ ഓക്കെ, അവര് എടുത്തോളും, ഏറ്റെടുക്കും അത്. ഇപ്പോ അങ്ങനെ നമ്മുടെ പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ആയി. ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു? ഒപ്പീനിയൻ പറഞ്ഞേ, നിങ്ങളുടെ എക്സ്പീരിയൻസും ബാക്കി ടീച്ചേഴ്സ് പറഞ്ഞു. all are very well.
നന്നായിട്ട് ക്ലാസ് എടുത്തു എല്ലാവരും. ഫസ്റ്റ് ടൈം അല്ലേ, ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. പ്രപ്പോസിഷനെ കുറിച്ച് കുറെ ക്ലാസ്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ എല്ലാം മാറും. കാരണം എല്ലാവർക്കും അറിയാം, ഓരോ പ്രപ്പോസിഷനും എല്ലാവർക്കും അറിയാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സും, കുറച്ചുകൂടെ ടീച്ചേഴ്സ് എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടെൻഷൻ ഇതൊക്കെ മാറ്റി വെക്കുക. ടീച്ചർ ആണെന്ന് തോന്നിയാൽ മതി, പക്ഷെ ആരും ടീച്ചർ ആയിട്ടല്ല ക്ലാസ് എടുത്തത്. എനിക്ക് മനസ്സിലായി, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇനി അങ്ങോട്ട് ടീച്ചറായിട്ട് ക്ലാസ് എടുക്കാൻ നോക്കാം. ഓക്കെ, പറയാൻ ടെൻഷൻ അടിക്കണം പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോ ടെൻഷൻ സ്വാഭാവികമായിട്ട് വരും. പക്ഷെ മാറും കേട്ടോ. ഇപ്പോ പറഞ്ഞു വരുമ്പോ ഞാൻ ഇതുവരെ ഫസ്റ്റ് ക്ലാസ് എടുത്തു. എനിക്ക് ഇവിടെ ജോയിൻ ചെയ്ത ടൈമില് ഓൺലൈൻ ക്ലാസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ക്യാമറ വഴി നമ്മ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ യൂസ്ഡ് ആയി. അതാ ഞാൻ പറയുന്നത്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. നമ്മൾ എന്തും ഫേസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരിക്കലും പേടി എന്നുള്ള സാധനം പറ്റില്ല. എല്ലാം ഫേസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെല്ലാം നേടാം നമുക്ക്. എല്ലാം നേടാം. എല്ലാവരും ഫസ്റ്റ് ടൈം അല്ലേ, ഏതൊരു കാര്യം ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ്. എന്തിനാണ് കുഞ്ഞു കുട്ടി ജനിച്ച് വീഴുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നല്ലേ അല്ലേ. ഇപ്പൊ എണീറ്റ് നിൽക്കുന്നു, നടക്കുന്നു, എന്തോരം ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇത്രയും വലുതാവുന്നത്. എന്നിട്ട് നമുക്ക് പേടിയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെയും പേടിയാണ്. എല്ലാം നമ്മൾ ഫേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊക്കെ ശരിയായിക്കോളും. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ആദ്യം ടെൻഷൻ എന്ന് പറയുന്ന സാധനം തന്നെ മാറ്റാം. ടെൻഷൻ അടിച്ചിട്ട് ഒരു ഉപകാരവും നമുക്ക് കിട്ടാനില്ല ലൈഫില്, ഒരു കാര്യമില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എന്ത് വന്നാലും നമുക്ക് ധൈര്യത്തോടെ ഫേസ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കും എപ്പോഴും. ഇതാണ് ഏറ്റവും വലുത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എങ്ങനെ ക്ലാസ് എടുക്കും, ക്ലാസ് എടുക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ എടുക്കുക, ഒരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ ക്ലാസ് എടുത്തു, ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടി അല്ലെ. അത്രയേ ഉള്ളൂ. അപ്പോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചേഴ്സ് പറയൂ, എക്സ്പീരിയൻസ് പറയൂ, പറയൂ. ടീച്ചേഴ്സ് എവിടെ? Ma'am, it's a good experience. ഒറ്റ വാക്കിൽ ഒതുക്കാണ് എല്ലാവരും. മാം, ഇത് ഫസ്റ്റ് ഏറ്റവും ആദ്യം ക്ലാസ് എടുത്തത് ഞാനും റേച്ചലാണ്. ഇവർക്കൊക്കെ അത്യാവശ്യം കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാക്കിയുള്ളവര് ക്ലാസ് എടുക്കുമ്പോൾ നോക്കി കുറച്ചൊക്കെ എന്താ പറയാ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനും റേച്ചലാണ് ഫസ്റ്റ് എടുത്തത്. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സില് കോഴ്സിൽ ജോയിൻ ചെയ്ത ടൈമിലും ഇപ്പോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. ഇത് സംസാരിക്കാനാണെങ്കിലും ഒരുപാട് മാറ്റം നിങ്ങൾക്കില്ലേ? നിങ്ങൾ നോക്കി, ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ കോഴ്സ് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ഓക്കെ ആകും. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലാസ് ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എല്ലാവരും. മാർക്ക് ഇപ്പൊ അങ്ങനെ വലിയ സംസാരിക്കാനോ അൺമ്യൂട്ട് ചെയ്യാനോ ക്യാമറ ഓൺ ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ. ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കാലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലാസ് വേണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ? ടോപ്പിക് തന്ന ഇനിയും നല്ല രീതിയിൽ എടുക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കുണ്ട്. അപ്പോ ഇനി പ്രസന്റ് ചെയ്യാത്തവർ കുറച്ച് പേരുണ്ട്, അവർക്ക് കൂടെ കൊടുക്കുക. അതുപോലെ എല്ലാവർക്കും ഓപ്ഷൻസ് ഡിവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതും അല്ലാത്തതുമായ കുറച്ച് പ്രപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് പ്രപ്പോസിഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതും ഉണ്ടാവും, അല്ലാത്ത പ്രപ്പോസിഷൻ ഉണ്ടാവും. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നിങ്ങള്. The calculator is dash the table. On the table. On the table. On, ma'am. On the table. On the table. Yeah. On the table ആണ്. Then he was angry dash me. With me. With me. Yeah, he was angry with me. Yeah, your teacher is not satisfied dash your studies. With your study. With your study.
should take care dash his health. Take care of. Take care of His health. Take care of Yeah, he should take care of his His health. health. John travels dash train. By train. by by train. Yeah, John travels by train. I was born dash 1986. 1986. 1986. I was born in 1986. I have been a journalist dash 2 years. For 2 years. For 2 years. 2 വർഷമായിട്ട്. For 2 years. Ma'am. University 3 years. Ago. Ma'am, ആരാ വിളിച്ചേ? ma'am, പോസിറ്റീവ് സിൻസിന്റെയും ഡിഫറൻസ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഏതിന്റെയാണ്? ഫോർ സിൻസ്. ഫോറും സിൻസും. ഫോറും സിൻസും ഡിഫറൻസ്. ഫോർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷൻ ഉണ്ടാവും. പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാവും. എല്ലാവരും മ്യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഒരു കാലയളവ് സൂചിപ്പിക്കാനാണ്, ഡ്യൂറേഷൻ ആണ്. അത് ടൈം ആകാം, ഇയർ ആകാം, മന്ത് ആകാം, എന്തും ആകാം, ഡേ ആകാം. ഓക്കെ, ഇപ്പൊ 2 ദിവസമായിട്ട്, 2 മണിക്കൂറായിട്ട്, 2 മാസമായിട്ട്, 2 വർഷമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ 2 വർഷം ഒരു കാലയളവ് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയാനാണ് നമ്മൾ 4 യൂസ് ചെയ്യുക. ഇനി സിൻസ് ആണെങ്കിലോ, സിൻസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, മുതൽ. അപ്പൊ 2 വർഷം മുതൽ എന്ന് പറയോ? 2 വർഷം മുതൽ എന്ന് പറയില്ല അവിടെ. അവിടെ ഏത് വർഷമാണോ അത് പറയും. 2020 മുതൽ. ഇനി 2 മാസം എന്ന് പറയോ? ഇല്ല, ഏതെങ്കിലും ഒരു മാസം ആണെങ്കിലും പറയാം, ജൂൺ മുതൽ. ദിവസമാണെങ്കിലോ മൺഡേ മുതൽ. ടൈം ആണെങ്കിൽ 3 മണി മുതൽ. അപ്പോ 4ന്റെ അവിടെ ഡ്യൂറേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ സിൻസിന്റെ അവിടെ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കാണിക്കുക. മനസ്സിലായോ? ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ സെന്റൻസ് നോക്കുക. സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 വർഷം 3 മണിക്കൂർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4 ആയിരിക്കും വരാം. ഓക്കെ, ഇപ്പൊ ഐ ഹാവ് ബീൻ എ ജേർണലിസ്റ്റ് ഫോർ 2 years. 2 വർഷമായിട്ട് അവൻ ജേർണലിസ്റ്റ് ആണ്. അപ്പൊ 2 വർഷം അല്ലെ ഡ്യൂറേഷൻ കാണിച്ചു. സോ അവിടെ യൂസ് ചെയ്യേണ്ടത് 4 ആണ്. അപ്പൊ സിൻസിന് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി അടുത്തൊരു എക്സാം ക്വസ്റ്റ്യൻ നോക്കി. ഷി ലെഫ്റ്റ് യൂണിവേഴ്സിറ്റി 3 years ago. പറഞ്ഞു, എഗോ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഹി ഈസ് ലിവ്ഡ് abroad dash 1998. കാരണം എന്താണ് അവിടെ പർട്ടിക്കുലർ ഒരു വന്നു. അതുകൊണ്ട് നമ്മളിവിടെ സിൻസ് യൂസ് ചെയ്യുന്നു. ഇനി ഈസ് യുവർ ബ്രദർ ഡാഷ് ഹോം? ക്വസ്റ്റ്യൻ ആണ്. At home. Next, no one can live Without water. without water. She has been absent dash Wednesday. from സെന്റൻസിന്റെ മീനിങ് ഒന്ന് നോക്കാമോ? സിൻസ് ആണ്. സിൻസ് ആയിരിക്കും. സിൻസ് ആണ്. വെനസ്ഡേ മുതലൊക്കെ ആബ്സെന്റ് ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ സിൻസ് ആണ്. നെക്സ്റ്റ്, ദ മൗണ്ടെയിൻസ് വേർ കവേർഡ് dash snow. With the snow. With snow. The snake was killed dash somebody. By somebody. The Chennai Express starts dash Coimbatore. From Coimbatore. From Coimbatore. Yeah, correct. Same. Okay. It's the same questions in it. He has been ill dash yesterday. Since ആണ് മാം. Honest. No. Since ഇന്നലെ മുതൽ. yesterday. Since yesterday. Yeah. Correct. Then they have been learning English dash 5 years. Since 5 years. 4 5 years. 4 Yeah. 4 5 years. She has been cooking dash morning. In the morning.
Since since morning. രാവിലെ മുതൽ. രാവിലെ മുതൽ since morning. He traveled by train. The book fell dash the ground. Fell on the ground. Fell on the ground. He threw himself dash the river. Into the river. Into the river. വെള്ളത്തിലേക്ക് meaning ആണ് into the river. He has no taste dash music. For music. Yeah, for music. The headmaster has angry dash me. With me. Yeah. She depends dash her mother. Of her mother. On her mother. Confusion. Yeah. On. Depends On her. On her. She depends on her mother. Take care. Take care. Take care of. Yeah, take care of Take care of your health. Yeah, she was born. In. She was born in Adariam. Next, she was standing just Inside the gate. inside the gate. You should give dash smoking. Give up. Give up. Praise honor. So give up. You must listen dash your sister. Teacher. To your teacher. Listen to your teacher. Yeah, listen to your teacher. Unsatisfied dash your work. with your work. With Yeah, with your work. with your work. A girl was passing the building dash the moment. At the moment. At the moment. There was also a service dash Sunday morning. On Sunday morning. Yeah, on Sunday morning. He picked the vegetables dash a knife. With the knife. The night. With a knife. Commanded dash me. Besides with me. ബൈ ആണോ അടുത്ത് നിയർ എന്നുള്ള മീനിങ് ഇല്ലേ അപ്പൊ ബൈ ആണോ മാം? With me. നമുക്ക് അവിടെ commanded by me പറയാം with me പറയാം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടും പറയാല്ലേ? ഓക്കെ, ബിസൈഡ്സ് പറയാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് അറിയാലോ? അറിയോ? എന്തുകൊണ്ട് ബിസൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല? ഒരു സാധനത്തെ സൂചിപ്പിക്കാനാണെങ്കിൽ അല്ലേ മാം? അതല്ല, ബിസൈഡ്സ് ഞാൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. The poor man asked to dash help. Asked for help. For help. Asked for help. Father is not dash on now. At home now. At home now. Sam went to the school dash a scooty. By a Buy a scooty. On a scooty. ഓൺ a scooty. നോൺ ആണ് കേട്ടോ. സ്കൂട്ടി ബൈക്ക് ഒക്കെ വരുമ്പോൾ ഓണല്ലേ? നോൺ ആണ്. He rested dash a tree. Under a tree. Under a tree. He sat dash the table to write a letter. beside the table. To write the letter. At the table. Beside പറയാം, at പറയാം. ഏറ്റവും പറയുന്നു. Okay. He sat at the table to write the letter എന്ന് പറയാം. He sat beside the table to write the letter എന്ന് പറയാം. Okay. Yeah. The monkey fell dash the tree. From the tree.
From the tree. On the tree. Fell from the tree. From the tree. From the tree ആണോ? മരത്തിൽ നിന്നും. Well, from the tree. മരത്തിൽ നിന്ന്. From the tree. Alexis lay dash on the bed. Down on the ground. Down on the bed. Down. Lay down on the bed. I dipped my finger dash the honey. Into Into the honey. ഹണിയിലേക്ക് അല്ലെ ഹണിയിലേക്ക് എന്ന് പറയും into the honey. They are very popular dash boys. Into the honey. Yeah, into the honey. Next question. They are very popular dash boys. They are very popular among Then people learn dash experience. from experience. From experience. From experience. They live in the apartment dash doors. Under yours. അറിയില്ല മകൻ. Below പറയാം, under പറയാം, under yours. താഴെ, നിങ്ങൾക്കും താഴെയാണ് apartment താമസിക്കുന്നത്. ഇതിൽ നിന്ന് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് beside, besides, among. ഇത് മൂന്നെണ്ണം ഏകദേശം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണേ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യൂ എല്ലാവരും. നമുക്ക് beside, besides, among ഇത് മൂന്നിലും കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, കാരണം ഇത് രണ്ടും നമുക്ക് പഠിക്കാനില്ല. ബിസൈഡ് എന്താണ്? ബിസൈഡ് അരികെ, അടുത്ത് അരികെ എന്നൊരു മീനിങ് ആണ് ബിസൈഡ് വരെ. ഓക്കെ, അപ്പൊ ബിസൈഡ്സ് എസ് ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അതിന്റെ മീനിങ് മാറും. ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ കൂടാതെ, കൂടാതെ എന്നാണ്. ഓക്കെ, എനിക്ക് അപ്പോ she learn English besides French. അവിടെ ഫ്രഞ്ച് കൂടാതെ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. ഓക്കെ, she learn English besides French. അപ്പൊ അത് കൂടാതെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൂടാതെയാണ് besides എന്ന് പറയുന്നത്. ഇനി നമ്മൾ between പഠിച്ചു അല്ലെ, between പഠിച്ചു. between എന്ന ഇടയിൽ എന്നാണ്. ഓക്കെ, ഇടയിൽ എന്നാണ് between. അതുപോലെ തന്നെയാണ് among ഇടയിൽ തന്നെയാണ്. സെയിം മീനിങ് തന്നെയാണ് രണ്ടിലും വരുന്നത്. സോ between എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ ആളുകൾക്കിടയിൽ എന്ന് പറയാനാണ് between യൂസ് ചെയ്യുക. പക്ഷേ ഒരുപാട് ആളുകൾ ജനക്കൂട്ടത്തിനിടയിൽ എന്ന് പറയുന്നത് between യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. I saw him among the crowd. ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ അവനെ കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ among യൂസ് ചെയ്യണം. മനസ്സിലായോ? ഒരുപാട് വസ്തുക്കൾക്കിടയിൽ, ഒരുപാട് ആളുകൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ among യൂസ് ചെയ്യണം. പക്ഷെ രണ്ടാളുകൾക്കിടയിലാണെങ്കിൽ I am standing between two person. രണ്ട് വ്യക്തികൾക്കിടയിൽ ഞാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ I am standing between two walls. രണ്ട് വാളുകൾക്കിടയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ രണ്ടോ മൂന്നോ പേര് അവർക്കിടയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ ആ ഇടയിലാണെങ്കിൽ between യൂസ് ചെയ്യാം. ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇടയിലാണെങ്കിൽ among യൂസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഇപ്പൊ മരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇലകൾക്കിടയിൽ ഞാൻ ഒരു മൂങ്ങയെ കണ്ടു എന്ന് പറയുമ്പോൾ I saw a owl among the leaves. ലീവ്സിനിടയിൽ ഞാൻ ഒരു മൂങ്ങയെ കണ്ടു എന്ന് പറയുന്നു. അല്ലാതെ between എന്ന് പറയരുത്. between എന്ന് പറയുമ്പോൾ ഏതോ രണ്ട് വസ്തുക്കൾക്കിടയിലാണ് between നമ്മൾ യൂസ് ചെയ്യുന്നത്. മീനിങ് രണ്ടൊന്നാണെങ്കിലും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ പ്രപ്പോസിഷന്റെ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ ടോപ്പിക് പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കുറച്ച് പേര് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളവർ ചെയ്യാനുണ്ടോ? ആരൊക്കെയാണ്? ആരൊക്കെയാണ്? ക്ലാസ്സിൽ ഇവരെല്ലാവരും കൂടി ലീഡർ ആക്കിയിരിക്കുന്നത്. സോ രണ്ടുപേരും ഗ്രൂപ്പില് ഒന്ന് നോക്കാം ആരൊക്കെയാണ് ഇനി പ്രസന്റേഷൻ ചെയ്യാത്തത്, അവരെ കൊണ്ട് പ്രസന്റേഷൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് പ്രസന്റേഷൻ ആയിരിക്കും.
ഒരു ടോപ്പിക് ആണ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് ഡിബേറ്റ് പോലെയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ് ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരാം. 1 hour ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ എല്ലാം നമുക്ക് ഡിബേറ്റ് പോലെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പോലെയോ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ടോപ്പിക് കോൺഫിഡൻസ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഓക്കെ മാം. യെസ്, ക്ലിയർ ആണെങ്കിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, മലയാളം യൂസ് ചെയ്യാം. കാരണം അത്രയും പവർഫുൾ ആയ ഒരു ടോപ്പിക് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അറിയാലോ ആ ടോപ്പിക്കിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. സോ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാം, പുഷ് ചെയ്യുക, എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഞാനായിട്ട് നിങ്ങൾ തമ്മിലാണ്. പറയണ്ടല്ലോ അല്ലേ മാം? ഇതോ പറഞ്ഞവര് പറയണോ കോൺഫിഡൻസിനെ കുറിച്ച്? പറയൂ, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയൂ. ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ആരൊക്കെ അന്ന് പറയാനുണ്ടെന്ന് നോക്കൂ. അഥവാ കുറച്ച് പേരെങ്കിലും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണല്ലേ മാം? ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ 1 hour നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ, ഫുൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണോ? ഫുൾ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് യൂസ് ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല, ഇംഗ്ലീഷ് എന്തായാലും യൂസ് ചെയ്യണം. അതിനിടയിൽ മലയാളം കൂടെ പറയാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ 2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശ്രുതി ആൻഡ് സജിന. അവർ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാ. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. Sign out. പറയൂ. Good morning, ma'am, and good morning, everyone. I am Lovely Digol, and it's my privilege to deliver the sign out for today's class about preposition. I just want to say thank you for your hard work in teaching our online class, and thank you also for my new teachers from my friends. I appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, Ashwari ma'am. And I would also like to thank you all my batchmates for active participation today. Thank you. Have a good day. Okay, Thank you, ma'am. thank you. Thank you, all. ma'am. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.